ഇത് തെറ്റോ? നിങ്ങൾ ധരിക്കുന്നിടത്തോളം നിങ്ങളുടെ ചട്ടങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾ പോലും കഴിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? 5 രൂപ പറഞ്ഞില്ലേ എന്തെങ്കിലും അർത്ഥം? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് മെക്കാനിക്കാണെന്ന ഗ്രാമത്തിലൊരു സംസാരം. ഞങ്ങളത് അന്വേഷിക്കട്ടെ. നിനക്കിപ്പോ അവിടെ എന്താ കാര്യങ്ങൾ? എന്നെ കാണുമെന്ന് എന്ത്? എനിക്കിവിടെ മെസ്സേജിട്ടാണെന്ന് പറഞ്ഞു. ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത് നീ. ഞാൻ നിനക്കകത്ത് ഒരു സ്ഥലം പോലുമല്ല. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തവർ നീ മാഞ്ഞുപോയി. നീ എന്നെ ഒരു സ്ഥലം പോലും ഇല്ലാത്തതിൽ എനിക്ക് സന്തോഷം വരണ്ടേ? എന്റെ പിന്നാലെ പോകുന്നതാണല്ല നീ. അത്രയൊക്കെ ഇരുന്നറിയാം. കാണാൻ ആഗ്രഹിക്കുന്നു. കോൺടാക്ട് നമ്പർ നിങ്ങളുടെ മുഖം കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ നിങ്ങളുടെ അമ്പലത്തിലൊക്കെ വരാറുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എന്നും വിളിക്കുന്ന ആളാന്ന് തോന്നുന്നില്ല. മുഖത്തിലെന്തിരിക്കുന്നു? നിങ്ങൾക്ക് എന്താ പറയാൻ?
അവരുടെ അടുത്ത് അങ്ങനെ നടക്കില്ല. ഒരു പൂച്ചക്കൊണ്ട് ഒരു പാപം മാത്രമേ നോക്കൂ. അപ്പന്റെ ഏത് പാപമാണ് ഓർക്കേണ്ടതെന്ന് ഭഗവാനോട് പറയേണ്ടതുണ്ട്. ഭഗവാൻ സർവത്തിനല്ലേ, അദ്ദേഹത്തിന് എല്ലാം അറിയാലോ. ഇനിയിപ്പോ എനിക്കും ഭഗവാന്റെ ഇടയ്ക്കിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കാര്യങ്ങളറിയാൻ കൂടുതൽ താല്പര്യം. നീ ഇവിടെ വന്നത് എന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് നീ വലിയ മിടുക്ക് കാണിക്കാൻ നോക്കരുത്. അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് വരാനുള്ള കാര്യം ഇപ്പൊ രണ്ടുപേരെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു. നോക്കൂ, ഭഗവാനൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് അധികം സംരക്ഷണം വേണം. നോക്കൂ, രണ്ടു തരം ആളുകളിൽ നിന്നാണ് മനുഷ്യർക്ക് അപകടം ഉണ്ടാകുന്നത്. ജീവനുള്ളവരും മരിച്ചുപോയി. മരിച്ചവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്, ജീവനുള്ളവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവനുള്ളത് തന്നെ വേണം. 30 രൂപ. പക്ഷേ 24 മണിക്കൂർ സ്പെഷ്യൽ. ഇനി 4 ദിവസത്തേക്കുള്ള രക്ഷയെങ്കിൽ എക്സ്ട്രാ. 50 രൂപ. 50 രൂപയ്ക്ക് 5 ലിറ്റർ പെട്രോൾ അടിക്കാൻ എന്റെ മുഖത്തേക്ക് പെട്രോളിന് ജീവൻ രക്ഷിക്കാൻ പറ്റും. നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആരും തണുക്കുന്നത് വരെ കുറച്ച് ദിവസത്തേക്ക് വെയിലൊക്കെ ഒന്ന് മാറി അറിയിക്കാം. പിന്നെ എന്തിനാ 50 രൂപയ്ക്ക് മേടിച്ചത്? അതൊക്കെ ഞാൻ ദൈവം രക്ഷിക്കുന്നു. പക്ഷേ ഏതെങ്കിലും മനുഷ്യൻ സ്വയം ദൈവത്തിന്റെ മുമ്പിൽ പോയി നിന്ന് അതല്ലേ എന്ന് പറയോ? പറയുന്നത് ശരിയാ. ലക്ഷക്കണക്കിന് ഭക്തരല്ലേ, നിന്റെ പ്രാർത്ഥന കുറച്ചെങ്കിലും വൈകിയ മാറി. നീ വാങ്ങുന്നു, നീ ജീവിതം ഉറപ്പായിട്ട് സംരക്ഷണം കിട്ടുന്നിടത്തേക്ക്, അത് ജീവനുള്ള സുരക്ഷ സ്ഥലത്തേക്ക്. എന്തൊക്കെയുണ്ട്? നമസ്കാരം സാർ. ഇതുപോലെ താങ്കൾക്ക് എന്താണ് കണ്ടത്? ചായ കുടിച്ചിട്ട് ക്ഷമിക്കണം സാറേ, ചോദിക്കാതെയല്ല വന്നത്. ഇതുവഴി പോയപ്പോൾ സാറിനൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടില്ല. എല്ലാവരും ചേട്ടൻ ഞാനും ചോദിക്കാൻ വന്നത്. അർജുൻ സാറെ, ഗുലാബ് എനിക്ക് എന്റെ വീട് പോകണം. എന്റെ ഈ വീട്ടിലെ അതിഥിയാണ്. ആദിത്യ മര്യാദയിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ആർക്കാൻ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു അതെന്തായാലും ചെയ്യും. സാർ ഒരു വാർത്ത പറഞ്ഞാൽ മതി, ഒരു വഴിയും വേണം. ഷുവർ, താങ്ക് യു. എങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെ പറയാം. എന്തായാലും എനിക്ക് മനസ്സിലായി. ഭക്ഷണം, വെള്ളം, പിന്നെ വീട്, കിടക്ക, വസ്ത്രം, പാക്ക് എല്ലാം. പിന്നെ വെറുതെ വന്നു വെറുതെ എവിടെ നിന്ന് പോകേണ്ടതല്ലേ. കാരണം സാർ, ഞാൻ വളരെ സിമ്പിളാണ്. ലൈഫിൽ ഒരുപാട് സന്തോഷം. എന്താണോ കിട്ടുന്നത് അത് സന്തോഷമാണ്. ഞാൻ ആക്ച്വലി താങ്കളോട് തന്നെ ഒന്ന് ട്രൈ ചെയ്യും. സിംപ്ലിസിറ്റി സാർ, സിമ്പിൾ ലിവിങ്. ഐ തിങ്ക് ലൈഫ് എത്ര സിമ്പിൾ ആവുന്നു, സ്ട്രെസ് അത്രയും കുറവാകും. താങ്കൾ പറഞ്ഞ അഭിപ്രായം വളരെ നല്ലതാണ്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രായമായി. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ ജീവിത രീതി ഞങ്ങൾക്ക് ശീലമായി കഴിഞ്ഞു. സാറ് നമ്മുടെ നഗരത്തിലെ സുപ്പീരിയർ പോലീസ് ഇൻസ്പെക്ടർ സാറിനെ ഒന്ന് പോയി കാണണം. അദ്ദേഹത്തിന് വന്നപ്പോ ആവശ്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ പിന്നീട് ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ അത് കൂടി വന്നു. കാരണം ഒന്നാമത്തെ തെറ്റായാണ്. പക്ഷെ ആളുകളില്ല, ഫാമിലിയാണ്. അങ്ങനത്തെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ റോഡിൽ നേരെ നമ്മുടെ അടുത്തേക്ക് വരും. ഇത്രയും വലിയൊരു ഉദ്യോഗം സഹായം ചോദിച്ചു വരുമ്പോൾ നമ്മളൊന്നും തെറ്റെന്ന് പറയാൻ ഒന്നും ആലോചിക്കില്ല. എങ്ങനെയെങ്കിലും അതൊക്കെ ചെയ്തു. പകരം നമുക്കൊരു സഹായം ആവശ്യമുള്ളൂ. അപ്പൊ അദ്ദേഹം തിരിച്ച് നമ്മളെ സഹായിക്കും.